നമസ്കാരം. കറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് 2 പേർക്ക് ആവശ്യത്തിനുള്ള ചെമ്മീൻ ബിരിയാണിയായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യത്തിന് ചെമ്മീൻ, നല്ല വലിയ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ട് കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. കിസ്മിസ്, ഇത് സൺഫ്ലവർ ഓയിൽ, നമ്മുടെ നെയ്യ്, ഞാനൊരു 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. കൈമ റൈസ്, ഇത് വറുക്കാൻ നമുക്ക് വറുത്ത് കോരി വയ്ക്കാനുള്ള സവാള ഒരെണ്ണം, ഇത് നമ്മുടെ മസാലക്കൂട്ട്. നമുക്കിതിലേക്ക് വേണ്ടത്, അരിയിലേക്ക് വേണ്ട തക്കോലം, കറുകപ്പട്ട, ഏലക്ക, ബേ ലീഫ്, ഇങ്ങനത്തെ ഐറ്റംസ്. പിന്നെ വേണ്ടത് നമുക്ക് 2 സവാള, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ മല്ലിന് പുതിന നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ 1 കപ്പ് തൈരും നമുക്ക് വേണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാൻ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് മുളക് പൊടി, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ടാം. കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് നമുക്ക് ചെറുനാരങ്ങ നീരും കൂടി നമുക്കൊന്ന് പിഴിഞ്ഞതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സാക്കി വയ്ക്കാം. ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിനൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് നമുക്കെടുക്കാം. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇത് വലിയ പണിയൊന്നുമില്ല. ഇതൊരു സൈഡിലേക്ക് ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഒന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ വലിയ എരിവും വലിയതൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ ചേർത്തിരിക്കുന്നതിൽ. ആ കുരുമുളകിൻ്റെയും ലെമണും നേരിയൊരു മഞ്ഞൾപ്പൊടി ഇതിൻ്റെതും മാത്രമേ ഉള്ളൂ. മഞ്ഞൾപ്പൊടി തന്നെ അധികം നമ്മൾ ചേർക്കത്തില്ല. അപ്പോൾ നമ്മുടെ ചെമ്മീൻ്റെ അധികം ഹാർഡൊന്നും ആക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ മാത്രം മതി കേട്ടോ. നമുക്ക് ഇതിനൊന്ന് നമുക്കൊന്ന് മറിച്ചിടാം. നമ്മുടെ ചെമ്മീൻ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനെ കോരി വയ്ക്കാം. ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം നമുക്ക് ഇതിലേക്ക് ഇടാം കേട്ടോ. ഒന്നും ഒക്കെ കൂടി ഒരുമിച്ച് ഇട്ടാൽ മതി. ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി ഒരു ചുള വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ 2 വലിയ സവോള. നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റിക്കുള്ള ചെമ്മീനാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 സവോളയുടെ ആവശ്യമുള്ളൂ. അത് അത്യാവശ്യം നല്ല വലിയ സവോളയാണ്. അപ്പോൾ ഇതൊന്ന് മെൽട്ടായിട്ട് കിട്ടാൻ നമുക്ക് ഒരല്പം ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അര ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് നല്ലൊരു ലൈറ്റ് കളറാവട്ടെ, അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ മസാലപ്പൊടിയൊക്കെ ആഡ് ചെയ്ത ശേഷം നമുക്ക് തൈര് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പണി കഴിഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറ് വേവിച്ച് ഇതിനെ മീതിരക്കി ഇട്ടാൽ മാത്രം മതി. നമ്മുടെ ചെമ്മീൻ്റെ റോസ്റ്റ് അവിടെ തയ്യാറാവണ സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരു പാനിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ചൂടായി കിടക്കുന്ന സൺഫ്ലവർ ഓയിലിലേക്ക് നമുക്ക് നമ്മുടെ സവോളനെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. നമ്മുടെ മസാല അതേ തയ്യാറായിക്കൊണ്ടിരിക്കാനായിട്ടാണ്. നമുക്ക് സവോളയൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ
മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതേപോലെ തന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ മുളക് പൊടി, പിന്നെ വേണ്ടത് കുരുമുളക് പൊടി. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി നമുക്ക് ആഡ് ചെയ്യാം. കുരുമുളക് പൊടി ഇതിന് ലൈറ്റായിട്ടുള്ള എരിവ് ഉണ്ടാവുള്ളൂ കേട്ടോ. നമുക്ക് ആ പച്ചമുളകിൻ്റെയും ആ കുരുമുളക് പൊടിയുടെയും നമ്മളധികം മുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ. ഇതിന് ആ ചെമ്മീൻ്റെ ആ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ വല്ലാണ്ട് മസാല കൊടുത്തു കഴിഞ്ഞാൽ ചെമ്മീൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കില്ല. അപ്പോൾ ലൈറ്റായിട്ടുള്ള നമ്മുടെ മസാലക്കൂട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ, അതുവരെ ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ സവോള വറുത്ത് വരുന്നുണ്ട്. ഇപ്പോൾ 2 സൈഡിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ വേഗം പണി കഴിയും കേട്ടോ. നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ പരിപാടി കഴിയും. അപ്പോൾ ഇത് വറുത്ത് കോരിയ ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും കൂടി നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് തൈര് ആഡ് ചെയ്യാം. ഞാനൊരു 1/2 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ തൈരൊക്കെ ഇട്ട് നമ്മുടെ മസാല ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിൽ കിടന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സായി വേവട്ടെ. ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഒരു 7 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോഴേക്കും അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. നമ്മുടെ സവോള കോരിയെടുത്ത ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പിന് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവോള അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് നമുക്ക് എണ്ണ വേണമെങ്കിൽ മാറ്റാട്ടോ. നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അരിയൊക്കെ അനുസരിച്ചിട്ട് ഞാനിപ്പോൾ അതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയ ശേഷമാണ് അതിലേകദേശം ഒരു 2 സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 സ്പൂൺ നമ്മുടെ നെയ്യാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അല്ലാണ്ട് നെയ്യ് കൂടി കഴിഞ്ഞാൽ അതിനത്ര രുചി ഉണ്ടാവില്ല. ആവശ്യത്തിന് നമുക്ക് ചേർക്കാൻ പാടുള്ളൂ. എല്ലാം കൂടുതലായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കിത് ചൂടായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മസാലനെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണത്തിൻ്റെ സവോളയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് വല്ലാണ്ട് കരിയില്ല. അതായത് ചിലപ്പോൾ ചൂടോടുകൂടി നെയ്യിലിടുമ്പോഴേ നമ്മുടെ കറുകപ്പട്ടൊക്കെ പെട്ടെന്ന് മുരിഞ്ഞു പോകും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 1/4 കഷ്ണം സവോളയും കൂടി ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരിനെ നമുക്ക് ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ അരി ഇതിലേക്ക് ഇട്ടു. ഇതൊന്ന് ഇതിൽ കിടന്നിട്ട് ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ അരിക്ക് നല്ല പൊലിമ കിട്ടും. 5 മിനിറ്റോളം നമുക്കിതിൽ ഇങ്ങനെ കിടന്നിട്ടൊന്ന് ഇതാവണം കേട്ടോ. എന്നാലാണ് നമ്മുടെ അരിക്കൊരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടുള്ളൂ ഈ നെയ്യിൽ കിടന്നിട്ട് ഇങ്ങനെ ഇതാവുമ്പോൾ. അതോടൊപ്പം തന്നെ നമുക്കിത് ഏകദേശം വേവിക്കേണ്ട സമയം ഒരു 20 മിനിറ്റാണ് കേട്ടോ. ഈ വെള്ളത്തിൽ കിടന്ന് വേവേണ്ട സമയം. ബാക്കി നമുക്ക് ദമ്മിടുമ്പോൾ അതിൽ കിടന്ന് വെന്തോളും. ഇതേ സമയം തന്നെ ഞാനൊരു 1.5 ഗ്ലാസ് അരിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ കൈമ റൈസിന് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം ഉപയോഗിക്കുക. ചിലർ 1 ഗ്ലാസ്സിന് 1.5 ഉപയോഗിക്കും. പക്ഷേ എനിക്ക് ഈ അരിയൊക്കെ വറുത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നല്ല വെള്ളത്തിൻ്റെ അംശം വേണ്ടി വരാറുണ്ട്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ്സാണ് എടുക്കാറുള്ളത്. അപ്പോൾ 1.5 ഗ്ലാസ് അരിക്ക് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം നിങ്ങളെടുക്കുക. അപ്പോൾ ഇതൊന്ന് മുരിയാൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഞാൻ വെള്ളം തിളപ്പിക്കാൻ പറ്റുന്നുണ്ട്. എപ്പോഴും നമ്മൾ നേരിട്ട് പച്ചവെള്ളം ഒഴിക്കുന്നത് നല്ലത്. തിളച്ച വെള്ളം നേരിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരിയുടെ ഒരിത് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നല്ല എന്നിട്ട് പറയുക പൊലിമയിൽ അരി ചോറ് കിട്ടാമെന്ന് പറയില്ലേ,
അതിന് വേണ്ടിയിട്ടാണ് ഈ തിളച്ച വെള്ളം ഉപയോഗിക്കുന്നത്. നേരിട്ട് പച്ചവെള്ളം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇത്തിരി പശ കൂട്ടുന്ന പോലെ തന്നെ തോന്നും. ഞാൻ ഈ സമയം ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് മതിയിട്ടാൽ നമ്മുടെ ആ വെള്ള കളറൊന്ന് മാറി കിട്ടാൻ മാത്രം. അതുകൊണ്ട് നേരിട്ട് മഞ്ഞ കളർ ആവരുത്. നമ്മൾ കണ്ടിട്ടില്ലേ ഹോട്ടലുകളിൽ നിന്നൊക്കെ ബിരിയാണി വാങ്ങുമ്പോൾ ഒരു ലൈറ്റ് കളർ ഉണ്ടാവുള്ളൂ, അതായത് ഒരു ഓഫ് വൈറ്റ് കളർ. അര ടീസ്പൂണൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ബിരിയാണിയുടെ കളറ് മഞ്ഞ ബിരിയാണി പോലെ ഇരിക്കും. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് ഒരു നുള്ള് ചേർത്താൽ മതി. അപ്പോൾ നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ആഡ് ചെയ്യാം. എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം നമുക്ക് ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് പുതിനയും മല്ലിയില നമുക്ക് ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നമുക്ക് ദം എടുക്കുന്ന സമയത്ത് നമുക്ക് ഇട്ടാലും മതി ഇട്ടാം. ഇതിലാവശ്യത്തിന് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് ഒരു അര സ്പൂണാണ് കേട്ടോ ഉപ്പ് ചേർത്തിട്ടുള്ളൂ, കാരണം കറിയിൽ നമുക്ക് ഉപ്പുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. നമുക്കിത് മൂടി വയ്ക്കാം. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറക്കാം. അപ്പോൾ നമുക്കിതൊന്ന് സിമ്മാക്കി വെക്കാം കേട്ടോ. അതോടൊപ്പം നമുക്കിതിലേക്ക് അല്പം മല്ലിയിലയും പുതിനയും ആഡ് ചെയ്യാം. അല്പം ചെറുനാരയും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ നല്ല ഇതായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്കാണ് നമുക്ക് നമ്മുടെ ചോറ് വേവിച്ചതിൻ്റെ മീതിയിലേക്ക് ഇടേണ്ടത്. നല്ല പാകമായി കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇതിൻ്റെ മീതിയിലേക്ക് നമുക്ക് നമ്മുടെ ചോറ് നമുക്ക് വെന്തത് ആഡ് ചെയ്യാം. നമ്മുടെ ചോറ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ മീതിയിലുള്ള നമ്മുടെ ഇതൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞിട്ട് ദമ്മിടാം. അത് ഈ അരി ചോറിലിരിക്കുന്ന വയ്ക്കും നിങ്ങൾ വേണ്ട, നല്ല വിടർന്ന നല്ല അടിപൊളി ചോറാണ് കേട്ടോ. ഒരു പശക്കെട്ടോ ഒന്നുമില്ല കണ്ട. ഇത്രയും വിടർന്ന് കിട്ടുന്നതിൻ്റെ കാരണം ഇതാണ് കേട്ടോ. നന്നായിട്ട് നമ്മൾ ആ നെയ്യിലൊന്ന് അരി ഒന്ന് ഇതാക്കിയെടുത്താൽ മാത്രം മതി. ഇതൊന്നും പിടിക്കില്ല കണ്ട. ഒരു പച്ച ഇതുപോലും നമുക്ക് കാണാൻ പറ്റില്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്കിതിൻ്റെ മീതിയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചോറ് ഇതിൻ്റെ മീതിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കയ്യിലൊന്ന് മാറ്റി വയ്ക്കാം. നമുക്കിതിൻ്റെ മീതിയിലേക്ക് നമ്മുടെ സവോളയും, ഇന്ത്യയിൽ പുതിന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ മല്ലിയിലയും കൂടി ആഡ് ചെയ്തോളൂ. ഇത് നമുക്ക് ദം ചെയ്യാൻ വയ്ക്കാം. ബാക്കിയുള്ളത് കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെക്കറേഷന് വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ചൂടായി കിടക്കണ പാനിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. വേണ്ട, നമ്മളിങ്ങനെ ഒരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ചൂടായ ശേഷം നമുക്ക് വളരെ സിമ്മിലിട്ട് ഒരു അരമണിക്കൂറോളം നമുക്ക് വെക്കാം, അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ വെച്ചാലൊന്നും കുഴപ്പമില്ല കേട്ടോ. വളരെ സിമ്മിലായിരിക്കണം മാത്രം. അപ്പോൾ നമുക്കിത് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ചെമ്മീൻ ബിരിയാണി തയ്യാറായി കഴിഞ്ഞു. വളരെ എളുപ്പമല്ലേ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതേ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇതേ തയ്യാറായി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.